മഴക്കാറ് കണ്ടിട്ട് നല്ല മഴക്ക് കോളുണ്ട് കേട്ടോ. നമുക്ക് വിട്ടാലോ ഇവിടുന്ന്? തെക്കുന്ന് വടക്കോട്ട കാറ്റ് ഒരു കാരണവശാലും പെയ്യില്ല. സാധനങ്ങൾ വെറുതെ കൊടുക്കുമ്പോൾ കൊടുത്തിട്ട് ഒറ്റ വണ്ടി വിളിച്ചിട്ട് കിട്ടാനില്ല. 16-ാം തീയതി ട്രിപ്പ് പോകാൻ പറ്റും. വല്ലാത്തൊരു കഥ. ട്രിപ്പ് പോകാൻ പറ്റുമോ? 16-ാം തീയതി 17-ാം തീയതി ഫുള്ളാണ് കോയക്ക. അല്ല നാസർക്കല്ലേ നമ്മുടെ പുലിവാൽ മീഡിയ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ് തന്നെ. എനിക്ക് അരീക്കോട്ടിക്ക് ട്രിപ്പ് പോകാൻ പറ്റുമോ? അണ്ടിപ്പരിപ്പ് ഞാൻ കൊടുത്തരാം. അണ്ടിപ്പരിപ്പ് ഇടുന്നേരാന്ന്. മൈജിക്ക് ട്രിപ്പ് പോകാൻ പറ്റുമോന്ന്? എന്തിനാ? നിങ്ങളെന്നെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എല്ലാരെയും കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ, പക്ഷെ ഇങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടം. ഈ ഫേസും വെച്ചിട്ട് എന്തൊക്കെ എക്സ്പ്രഷൻ ആള് ചെയ്യണത്. ഉളുക്കുണ്ടാവും. അടി വെറുതെ 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 തുപ്പേ അഞ്ഞൊന്ന് ചിരിച്ച. ആയിക്കോട്ടെ, കണ്ടതിൽ വളരെ സന്തോഷം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കാണാം. ആരാധകരായിട്ട് തോറ്റു. എവിടെ ചെന്നാലും വേണ്ടില്ല, മനസ്സിന് ട്രിപ്പ് ആയി കിട്ടിയാൽ മതി. എന്നാ വാ പോവാ വാ. എടി ഒന്ന് പോകാൻ വെച്ചാ ഞമ്മള് ട്രിപ്പ് വന്നിക്കണേ. ഇങ്ങനെ നിങ്ങളോടൊക്കെ ഞാൻ പറയലില്ലേ, അഭിനയിക്കുമ്പോ മുഖത്തെ എക്സ്പ്രഷൻ വേണം. അത് ശരി, ഇന്നോടല്ലേ പറയുന്നത്? മൈജി കോനാണേ. എത്തവിടെ 16-ാം തീയതി 17-ാം തീയതി മൈജിയിൽ ഡേനേജ് സെയിൽ ഇറക്കല്ലേ? അവിടെ പുറത്തപ്പെട്ട ഓഫറിൽ സാധനം കൊടുക്കൊണ്ടെന്ന്. ഞാനിപ്പോ അടുത്ത സിനിമയിൽ കയറും, അപ്പോൾ നിങ്ങൾ ഈ പാടത്തുണ്ടാവും. അത് നടക്കൂല. പെരുന്തൽമണ്ണ അങ്ങാടിയിൽ അരീക്കോട് അങ്ങാടിയിലൊക്കെ അന്ന് ഫുള്ള് ട്രിപ്പ്. അവിടുത്തെ ഒരാൾക്ക് വരാൻ കഴിയൂല. ഞാൻ വേറെ വണ്ടി നോക്കൂലേ? എന്റെ ഒരു ഹെഡ്സെറ്റിന്റെ ചെവിയിലുണ്ട്. ഞാൻ എവിടെ നോക്കിയാ ഇവിടെ നിന്ന് കാണാനല്ലോ. കാണില്ലേ? എടാ ഓന്തുമോറ നാസറേ, ഈ അണക്ക് അഭിനയം എന്താന്നറിയോ? കേറിക്ക്. ഹലോ ഹലോ, ഒന്നവിടെ കയ്യിലിന്റെ ഹെഡ്സെറ്റ് ഉണ്ടോ? എന്റെ ചെവിയിൽ കാണില്ല. ആകെ പള്ളിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അവന്റെ ഒരു ഒലക്കേല അഭിനയം. നിങ്ങളൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ഇയാള് താൻ എന്തോടോ കാണിക്കും. ചക്കന്റെ കല്യാണം പെരുങ്കല്യാണാണെന്നാ പറയുന്നത്. ആന്ന് ചിക്കൻ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാവല്ലോ. ചക്കന്റെ ആൾക്കാരൊക്കെ ചന്തി ആട്ടി കൊടുക്കേ. താൻ ഇടയ്ക്കൊക്കെ ആ ഫേസ്ബുക്കിലെ കമന്റ് ഒക്കെ ഒന്ന് എടുത്തു നോക്ക്. പച്ച തെറിയാടോ എനിക്കൊക്കെ വരുന്നത്. നടക്കാട് അല്ല, കല്യാണ പേർക്ക് ഇപ്പഴാ പോണ്ട്. എന്താ ഈ നേരത്ത് പോയ ചോറ് കിട്ടൂലേ? കല്യാണ പേര് ചോറ് ഇടുന്നു, ബിരിയാണി. എന്നാ ശരി, കാണാം. കള്ള് കുടിച്ചാലാണ് മഞ്ഞൊക്കെ തീർന്നേക്കണോ? എന്നിട്ടല്ലേ പറയണ കല്യാണ പേരിൽ തന്തി മോനൊക്കെ പിരിഞ്ഞു. പോയിക്കാവിടുന്ന് അടച്ചവനെ കല്യാണമാണ് വിചാരിച്ചാണ്. കുറെ സത്യങ്ങൾ പുറത്തു വരുള്ളൂ. മനസ്സിലായപ്പോ അത് ഒരു സാധനം തിന്നു. ഹംസ പിന്നെ വലിയ നെളിച്ചേക്കാണ് കല്യാണം നടത്താൻ നിൽക്കണോ? ഏപ്പം കല്യാണ പേരേക്ക് പോയിട്ട് കാര്യമില്ല, അവിടെ ചോറ് തീർന്നോക്കണല്ലോ. അല്ല നാസർക്ക, ദുബൈയിലോ പണിയില്ല, നാട്ടില് ചെമ്പൂലോ ഓട്ടോ ഓടിയിട്ട് വല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടോ? അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മുടെ മലയാളികളെ മാതിരിയല്ല. കല്യാണ പേര് ചോറ് കഴിഞ്ഞിക്കണോലോ. എന്റെ ഒരു ഒറ്റ കാരണത്താലാണ് ഈ കല്യാണത്തിന് ചോറിട്ടാഞ്ഞ്. ജംസനോട് കല്യാണത്തിനാ അത് ചോറിക്കോ? അത് പറഞ്ഞപ്പോഴാ ഞാൻ വിളിച്ചിട്ടില്ല. അവനൊന്ന് വിളിച്ചോട്ടെ. പടച്ച തമ്പുരാനെ കോയപ്പെടന്ന ഫസ്റ്റ് നൈറ്റ് അടക്കം കഴിഞ്ഞിക്കണോലോ. കല്യാണ പേര് അതേ മുതലാളി ചെമ്പല്ലേ ഓട്ടമല്ലേ? വണ്ടിക്ക് ഓട്ടമില്ല മുതലാളി. അതിൽ കിട്ടണ ബിരിയാണി മന്തിയുള്ള കട ഉണ്ടെങ്കിൽ പറഞ്ഞ ഈ പെരുമ്പിലാവങ്ങാടിയില്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുഹാരി റെസ്റ്റോറന്റ് കോഴിക്കോടി. ഞാൻ ഒന്നും നോക്കണ്ട. നിർക്കോളിയേ സംഭവത്ത് കമ്മിയെ മുതലാളി നാട്ടിലേക്ക് വരിക 1 മാസം കഴിഞ്ഞിട്ടോ. പിന്നെ ഒറ്റ മിനിറ്റ് പോട്ടെ. വണ്ടി പെരുമ്പില മറ്റവരെ കൂടെ കൂടരുത്, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? ഇല്ല, അവരായിട്ട് ഒരു കൂട്ടുകെട്ടില്ല. ടീക്കറ്റ് കണ്ടോ? ഒരു വര വരച്ച് അപ്പറാണ് കിടക്കൂലോ. അത്രക്ക് പേടിയാവുന്നു. അപ്പൊ ചങ്കളെ നമ്മൾ ഇപ്പൊ ഉള്ളത് പെരുമ്പിലാവിലുള്ള ബുഖാരി റെസ്റ്റോറന്റ്.